Carryout measuring practice on valve spring free line. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ വാൽവ് സ്പ്രിംഗ് ഫ്രീ ലെങ്ത് അളക്കാൻ ഞങ്ങൾ പഠിക്കാൻ പോകുന്നു. ഓട്ടോമൊബൈൽ സർവീസ് ഇൻഡസ്ട്രി മാനുഫാക്ചറിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ജനറൽ മെയിൻ്റെനൻസുകൾ നടത്തുന്നു. പെർട്ടിക്കുലർ അസംബ്ലി ഡിസ്മാൻറ്റിൽ ചെയ്യുക, ഇൻസ്പെക്ഷൻ, റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ തകരാറുള്ള കമ്പോണൻറ്റുകളുടെ റിപ്പയർ, അസംബ്ലിംഗ് എന്നിവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും തകരാറുകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഇൻസ്പെക്ഷനിൽ പ്രധാനമായും മെഷറിംഗ് ഉൾപ്പെടുന്നു. പല ഇൻസ്പെക്ഷൻ മെത്തേഡുകൾക്കും ലെങ്ത്, ഡയാമീറ്റർ, ഡെപ്ത് എന്നിവ പോലുള്ള ലീനിയർ മെഷർമെൻറ്റ് ആവശ്യമാണ്. വെർനിയർ കാലിപ്പറുകൾ പോലെയുള്ള ആക്യുറസി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് നീളം അളക്കാൻ കഴിയും. വെർനിയർ കാലിപ്പറുകൾ ഉപയോഗിച്ച് നീളം അളക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് വർക്കിൽ വെർനിയർ കാലിപ്പർ സെറ്റ് ചെയ്യുന്നത്, വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് മെഷർമെന്റ് എടുക്കുന്നത്, റീഡിംഗുകൾ ടേബിളിൽ രേഖപ്പെടുത്തുകയും റിസൾട്ടുകൾ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യുക, ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ, സ്പെയറുകൾ, വാൽവ് സ്പ്രിംഗ്, സർഫേസ് പ്ലേറ്റ്, വെർനിയർ കാലിപ്പർ, മാഗ്നിഫയിംഗ് ഗ്ലാസ്, ആവശ്യമായ എക്യുപ്മെന്റുകൾ, വാൽവ് സ്പ്രിംഗ് ടെസ്റ്റർ, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ബനിയൻ വേസ്റ്റ്, 0.02 മില്ലിമീറ്റർ ആക്യുറസിയോടെ എക്സ്റ്റേർണൽ, ഇന്റർണൽ ഡെപ്ത് മെഷർമെന്റുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പറിന്റെ ഭാഗങ്ങൾ: മെയിൻ ബോഡി അല്ലെങ്കിൽ ബീം, സ്ലൈഡിംഗ് യൂണിറ്റ്, മെഷറിംഗ് ജോകൾ, ലോക്ക് സ്ക്രൂകൾ, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂകൾ, ഡെപ്ത് ബാർ, തംബ് ഗ്രിപ്പ്. പല വെർനിയർ കാലിപ്പറുകൾക്കും ബ്രിട്ടീഷ് മെട്രിക് അളവുകൾ ഉണ്ട്. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രികളിൽ പ്രധാനമായും മെട്രിക് മെഷർമെന്റുകൾ ഉപയോഗിക്കുന്നു. മെയിൻ ബോഡി അല്ലെങ്കിൽ ബീമിന് 1.00 mm ആക്യുറസിയുടെ മെഷർമെന്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അതിനെ മെയിൻ സ്കെയിൽ എന്ന് വിളിക്കുന്നു. സ്ലൈഡിംഗ് യൂണിറ്റിന് 50 ഈക്വൽ ഡിവിഷനുകളുടെ ഗ്രാജുവേഷൻ ഉണ്ട്. അത് 49.00 മില്ലിമീറ്ററിന് തുല്യമാണ്. ഈ വെർനിയർ കാലിപ്പറിന്റെ ആക്യുറസി 0.02 മില്ലിമീറ്ററാണ്. ചില വെർനിയർ കാലിപ്പറുകൾക്ക് ആക്യുറസി കുറവുമാണ്. അളവുകൾ എങ്ങനെ റീഡ് ചെയ്യണം എന്നതിന്റെ ഒരു ഉദാഹരണം ഇവിടെ ഞാൻ നൽകുന്നു. മെഷർമെന്റുകൾ എടുത്ത ശേഷം വെർനിയർ മെഷർമെന്റുകൾ ഇതുപോലെയാണെന്ന് കരുതുക. കൃത്യമായ റീഡിംഗിനായി മാഗ്നിഫയിംഗ് ഗ്ലാസ് ഉപയോഗിക്കുക. ആദ്യം വെർനിയർ സ്കെയിലിന്റെ 0 ലൈനിന് തൊട്ടുമുമ്പുള്ള മെയിൻ സ്കെയിൽ റീഡിംഗ് ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ ഇത് 13 ആണ്. മെയിൻ സ്കെയിലെ ഒരു ഡിവിഷന്റെ മൂല്യം 1.00 മില്ലിമീറ്റർ ആണ്. അതിനാൽ ഈ റീഡിംഗിന് 13.00 മില്ലിമീറ്റർ ഉണ്ട്. അടുത്തതായി ഏതെങ്കിലും മെയിൻ സ്കെയിൽ റീഡിംഗുമായി തികച്ചും പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിലിലെ ഡിവിഷൻ കണ്ടെത്തുക. ഇവിടെ വെർനിയർ സ്കെയിലിന്റെ 21 ഡിവിഷൻ മെയിൻ സ്കെയിലിൽ ഡിവിഷനുമായി മാച്ച് ആവുന്നു. ഈ വെർനിയർ ഡിവിഷൻ ഉപയോഗിച്ച് ലീസ്റ്റ് കൗണ്ട് വാല്യൂ ഗുണിക്കുക. നിങ്ങൾക്ക് 0.42 മില്ലിമീറ്റർ ലഭിക്കും. ഇപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗും വെർനിയർ സ്കെയിൽ റീഡിംഗും ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് അളന്ന കോമ്പോണന്റിന്റെ യഥാർത്ഥ വാല്യൂവായ 13.42 മില്ലിമീറ്റർ ലഭിക്കും. അളവുകൾ എങ്ങനെ എടുക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം. അളക്കാനുള്ള വാൽവ് സ്പ്രിംഗ് എടുക്കുക. ഒരു തുണി ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കുക. വെർനിയർ കാലിപ്പറിലെ ലോക്ക് സ്ക്രൂകൾ ചെറുതായി അഴിക്കുക. വെർനിയർ കാലിപ്പർ നിങ്ങളുടെ വലത് കൈയിൽ മുറുകെ പിടിക്കുക. കോമ്പോണന്റ് മെഷർ ചെയ്യാൻ കഴിയുന്ന തംബ് ഗ്രിപ്പ് വലിച്ചുകൊണ്ട് സ്ലൈഡിംഗ് യൂണിറ്റ് നീക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ പാരലൽ ആയി സർഫേസ് പ്ലേറ്റിൽ അളക്കാൻ വാൽവ് സ്പ്രിംഗ് വയ്ക്കുക. സ്ലൈഡിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്ത് മികച്ച അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉപയോഗിച്ച് വാൽവ് സ്പ്രിംഗിന്റെ 2 അറ്റങ്ങളിൽ സ്പർശിക്കാൻ ഇപ്പോൾ വെർനിയറിന്റെ ജോകൾ പിടിക്കുക. ഇപ്പോൾ സ്ലൈഡിംഗ് യൂണിറ്റ് ലോക്ക് ചെയ്ത് വാൽവ് സ്പ്രിംഗിൽ നിന്ന് പുറത്തെടുക്കുക.
ടാബുലാർ കോളത്തിലെ മെയിൻ സ്കെയിൽ, വെർനിയർ സ്കെയിൽ ഡിവിഷനുകൾ ശ്രദ്ധിക്കുക. വാൽവ് സ്പ്രിംഗിന്റെ യഥാർത്ഥ വലുപ്പം കണക്കാക്കുക. വാൽവ് സ്പ്രിംഗ് ടെസ്റ്റർ ഉപയോഗിച്ച് വാൽവ് സ്പ്രിംഗ് ഫ്രീ ലെങ്ത് എങ്ങനെ അളക്കാമെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. അങ്ങനെ വർക്കിൽ വെർനിയർ കാലിപ്പർ സെറ്റ് ചെയ്യാനും വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ എടുക്കാനും വാൽവ് സ്പ്രിംഗ് ഫ്രീ ലെങ്ത് അളക്കാനും നമ്മൾ പഠിച്ചു. ഈ കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.